നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ വാക്ക് പറഞ്ഞ സുപ്രീം ലീഡറായ അദ്ദേഹത്തിൻ്റെ കേസ്, മദ്യനയ കേസിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസിൻ്റെ വിടുതൽ, അതായത് അക്വിറ്റൽ, ടോട്ടൽ അക്വിറ്റൽ ആണ്. മാത്രമല്ല CBI ഇങ്ങനെ ഒരു കേസ് ചമച്ചതിനെതിരെ CBI ഓഫീസർക്ക് എതിരെ, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി ശുപാർശയും ചെയ്തിരിക്കുന്നു. അതിനെതിരെ CBI ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു റാലി ഇവിടെ നടത്തി. അതിൽ അദ്ദേഹം BJPയുടെ ദിവസങ്ങൾ നമ്പർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. BJPയെയും പ്രൈം മിനിസ്റ്ററെയും ഹോം മിനിസ്റ്ററെയും വളരെ നിശിതമായി വിമർശിച്ചു. പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം, ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, കോൺഗ്രസ് ഇതിൽ വന്നു നിൽക്കുന്നത് ഈ അക്വിറ്റൽ പോലും ഇടതുപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രം, BJPയുടെ തന്ത്രം എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. അവർ പറഞ്ഞത്, കഴിഞ്ഞ ആം ആദ്മി പാർട്ടി സർക്കാർ ഉള്ളപ്പോൾ ചീഫ് മിനിസ്റ്ററായ ശ്രീ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ജയിലിലായിരുന്നു, അദ്ദേഹം രാജിവെച്ചില്ല. പക്ഷേ ഹരിയാന ഇലക്ഷന് തൊട്ട് മുമ്പേ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ആം ആദ്മി പാർട്ടി, ഇന്ത്യ ബ്ലോക്കിന്റെ പാർട്ടായ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ ഓഫറും നിരസിച്ചുകൊണ്ട് അവിടെ സ്വന്തമായി മത്സരിച്ച് 1% വോട്ട് പിടിച്ചു. ആ 1% കൊണ്ട് കോൺഗ്രസ് തോക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇത് BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു ടാക്ടിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തത്. ഇത് നമ്മൾക്ക് സംശയം തോന്നാൻ ഒരു കാരണം, ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി തന്നെ ഉണ്ടായത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന RSS സ്പോൺസേർഡ് അജിറ്റേഷനിൽ കൂടെ ആണ് എന്ന ഒരു വാസ്തവമാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ആയിരുന്ന യോഗേന്ദ്ര യാദവ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലിബറൽ സെൻട്രിസ്റ്റ് ആയിരുന്ന പ്രശാന്ത് ഭൂഷൺ ആം ആദ്മി പാർട്ടി വിട്ടു. കെജ്രിവാളിൻ്റെ വളരെ നിശിതമായ വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. ഏകദേശം കോൺഗ്രസിൻ്റെ കൂടെയാണ് പൊളിറ്റിക്കലി. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? ഇത് BJPയുടെ, നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ്. BJPയുടെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ നരവണയുടെ കാര്യം പറഞ്ഞാണെങ്കിലും ട്രംപിന്റെ കാര്യം പറഞ്ഞാണെങ്കിലും വളരെ നിശ്ചിതമായി സർക്കാരിനെ, മോഡി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ അദ്ദേഹം ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയെ പോലെ സെൻട്രലിനെ നിശ്ചിതമായി വിമർശിക്കുന്ന വേറൊരു പ്രതിപക്ഷ നേതാവ് ഇല്ല. കാരണം വെച്ചാൽ മമതാ ബാനർജി SIRന്റെ കാര്യത്തിൽ വളരെ ബിസിയാണ്. വേറൊരു ശബ്ദം അദ്ദേഹമായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതായത് രണ്ടാമത്തെ, അതും കോൺഗ്രസിനെ വളരെ ശക്തമായി അല്ലെങ്കിൽ എതിർക്കുന്നത്, പ്രത്യേകിച്ച് പഞ്ചാബിൽ അവരുടെ മെയിൻ, കേരളത്തെ പോലെ തന്നെ, കേരളത്തിലെ CPM പോലെ തന്നെ പഞ്ചാബിലെ അവരുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ സംശയം നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ നടക്കുന്ന അതേ സംഗതിയാണ്. കേരളത്തിലെ ഭരിക്കുന്ന CPMന്റെ ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസ് ആണ്. അപ്പോൾ CPMനെ അവിടെ നിർത്തുക എന്നുള്ളത് BJPയുടെ കൂടെ ഒരു ആവശ്യമായിട്ട് പലരും കാണാറുണ്ട്. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? BJPയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാക്കിയവെല്യൻ പൊളിറ്റിക്സ് അല്ലേ ഇതിന്റെ പുറകിൽ? ചെറിയാൻ പറഞ്ഞതുപോലെ ഇത് ഈ ട്രയൽ കോടതി, ആദ്യ വിചാരണ കോടതി കെജ്രിവാളിനെയും സിസോദിയെയും വെറുതെ വിടുകയും അതിനിശിതമായ വിമർശനം CBIക്കെതിരായി ഉയർത്തുകയും ചെയ്തു എന്നുള്ളത് അത് എങ്ങനെ കാണണം? അതിന്റെ പുറകിൽ ഒരു BJP ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ?
ഇതൊരു വസ്തുതയായി തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം എനിക്കത് ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അതിന്റെ പശ്ചാത്തലം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിചാരണ കോടതിയുടെ ഈ ഈ ഈ ന്യായാധിപൻ ആരാണ്, അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്രം എന്താണ്, ഇത്തരത്തിൽ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് RSS BJP എടുത്ത ഒരു അടവാണോ ഇത് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ അങ്ങനെ കാണേണ്ട കാര്യമില്ല. കാരണം ഇത് ഈ കേസ് കൊണ്ടുവന്നത് തന്നെ കേജ്രിവാളിനെതിരെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് അത് പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ട്രംപ് കാർഡ് ഞങ്ങൾ കറപ്ഷൻ ഫ്രീ ഭരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു. അത് തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അത് എങ്ങനെയും അവരെ 2-3 പേര്, പ്രത്യേകിച്ച് 2 പേര്, കെജ്രിവാളും മനീഷ് സിസോദിയുമാണ് അവരുടെ നേതാക്കൾ. അവർക്ക് ചുറ്റുമാണ് ഈ പാർട്ടി നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ജയിലിലിട്ട് അവരെ നിഷ്ക്രിയരാക്കി, രാഷ്ട്രീയമായി നിഷ്ക്രിയരാക്കി, ജനങ്ങൾ ഒരു സംശയത്തിന് നിഴലുണ്ടാക്കി കൊണ്ടുവന്നു. കോൺഗ്രസ് അത് ശരിക്കും ഉപയോഗിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തെ അസംബ്ലിയിൽ തോൽപ്പിച്ചത് തന്നെ. ഷീലാ ദീക്ഷിതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത തോൽപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഒരു സന്ദർഭമായി കണ്ട് കെജ്രിവാളിനെ തോൽപ്പിച്ചു. എനിക്ക് തോന്നുന്നു കോടതി ഇതിലൊക്കെ ഇന്നസെന്റ് ആണ്. ഞാൻ കേട്ടതോളം കോടതിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് തെളിവായി കാണിക്കാനുള്ളത് ഒരു അപ്രൂവർ മാത്രമായിരുന്നു. വേറെ ഒരു രേഖാമൂലമുള്ള ഒരു തെളിവുമില്ല. അത് തന്നെയാണ്, അത് വെച്ച് ഹാർപ്പ് ചെയ്താണ് അവർ കോടതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അവസാനം ഒരു ജഡ്ജ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ലെറ്റർ ഓഫ് ദ ലോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ ലോ നോക്കുവാണെങ്കിൽ അപ്രൂവർ മാത്രം പറഞ്ഞാൽ ഒരു കേസും കൂടുതൽ നിൽക്കത്തില്ല എന്ന് സുപ്രീം കോടതിയുടെ പല വിധികളും ഉണ്ട്. അവിടെയാണ് ജുഡീഷ്യറിയിൽ തട്ടി കേസ് പോകുന്നത്. അത് വേറെ ഡോക്യുമെന്റ്സ് ഈ ജഡ്ജ് ഇഗ്നോർ ചെയ്തു എന്നൊക്കെ CBI പറയുന്നുണ്ട്. അത് ഹൈക്കോടതി റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, ഇതേ സംഭവമാണ് 2G കേസ് നടത്തിയത്. അത് CBI കോടതി വെറുതെ വിട്ടു അവരെയൊക്കെ. അതിനുശേഷം അവർ ഹൈക്കോടതി റിവ്യൂ പോകുമെന്ന് പറഞ്ഞു. അവിടെ എന്തായെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ബ്രോഡർ, നമ്മൾ നേരത്തെയൊക്കെ ചർച്ച പോലെ BJP ഇന്നത്തെ രാഷ്ട്രീയമല്ല, അവരൊരു ബ്രോഡർ ഇതാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ ഉയരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കലി കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് സംശയം ഉണ്ടാക്കുന്ന പല മൂവ്സും പല സംഗതികളും ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് തന്നെ പാളയത്തിൽ പടയുണ്ടാക്കാൻ പറ്റിയ ഒരാളെ അവർ തുറന്നുവിടുകയാണ്. അതായത് ഞങ്ങൾ മാത്രമല്ല, ഇങ്ങനെ ഒരാളും ഇന്നത്തെ കോൺഗ്രസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് കെജ്രിവാളുമായിട്ട് അവർക്ക് യോജിച്ചു പോകാൻ വലിയ പ്രശ്നമുണ്ടാകും. കെജ്രിവാൾ തിരിച്ച് ഇന്ത്യ ബ്ലോക്കിലേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. CPM വന്നാലും കെജ്രിവാൾ വരുമോ എന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് പഞ്ചാബിൽ മാത്രം അവർക്ക് അധികാരമുള്ളപ്പോൾ. അപ്പൊ ഈ ഒരു സംഗതി ജഡ്ജിമാരെ അവരെയൊക്കെ എനിക്ക് തോന്നുന്നത് ജുഡീഷ്യറി നോക്കുകുത്തിയാക്കിയിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ എന്നെക്കാളും ചെറിയാന്റെ അഭിപ്രായത്തിൽ ഈ കോടതി വിധിയുടെ പുറകിൽ ഒരു BJP ഗൂഢാലോചന ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇത് ശരിയായി ലീഗലി വളരെ വളരെ ദുർബലമായ ഒരു കേസായിരുന്നു ഇത്. അത് എല്ലാവർക്കും അറിയായിരുന്നു. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടിയോട് BJPക്ക് ഒരു പുതിയ ഇഷ്ടം ജനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് വളരുന്നു എന്ന ഭയം കൊണ്ട് ആപ്പാണ് അവർക്ക് ഡൽഹിയിലെ പ്രതിപക്ഷമായി വളരേണ്ടത് എന്ന ആഗ്രഹം BJP നേതൃത്വത്തിനുണ്ടോ? അതേപോലെ തന്നെ പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നതിലും BJP സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഗുണകരം ആപ്പ് അവിടെ ഭരണകക്ഷിയായി തുടരുന്നതാണോ? ഇതൊരു രാഷ്ട്രീയ വിലയിരുത്തൽ. RSS BJP എങ്ങനെയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം, അതാണല്ലോ അവർ ഭയപ്പെടേണ്ടത്.
ആ ഭയപ്പെടുന്ന ഐക്യമില്ല എന്ന് ഇപ്പോൾ ഏകദേശം താങ്കൾ പറഞ്ഞതുപോലെ കെജ്രിവാള് ഇന്ത്യ ബ്ലോക്കിലേക്ക് വരുന്നതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ BJPയുടെ ലക്ഷ്യം എന്താണ്? ഒന്ന്, കെജ്രിവാളിനെയും കോൺഗ്രസിനെയും ഒരുപോലെ എതിർത്തു കൊണ്ടുപോകുന്ന ഒരു നയത്തിന് പകരം കുറച്ചു മൃദുവായ സമീപനം ആപ്പിനോട് എടുക്കാമെന്ന് RSS സംഘപരിവാർ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ 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 ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ എന്തെല്ലാം അന്തർനാടകങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് എന്നേക്കാൾ ഒരുപക്ഷെ ചെറിയാൻ അറിയുമായിരിക്കും. എന്തായിരുന്നു ആം ആദ്മിയുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും ബലാബലത്തിലും അവരുടെ പ്രവർത്തനത്തിലുമുള്ള എന്തായിരുന്നു സൂചന തരുന്നത്? ഒരു കാര്യം ശരിയാണ്, ഇന്ന് RSS സംഘപരിവാറിനെ മുഖത്ത് നോക്കി ശക്തമായി സ്വന്തം പാർട്ടിയുടെ അണികൾ പോലും അത് സ്വീകരിക്കുമോ എന്ന് നോക്കാതെ അതിനെതിരെ കൃത്യമായി പടപൊരുതുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണ്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഖാർഗെയും ആണ്. ഇത് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഈ RSSന് ഇന്ത്യയുടെ RSSന്റെ മുഖ്യ ശത്രു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന, നെഹ്റു കുടുംബം നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. മമതാ ബാനർജി ഇല്ല എന്നല്ല, പക്ഷെ ഒരു കാര്യം അവർ വിജയിക്കുന്നുണ്ട്, മമതാ ബാനർജിയെയും കേജ്രിവാളിനെയും പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള രണ്ടുപേരെയും ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഉള്ള ശ്രമങ്ങൾ BJP വിജയിക്കുന്നുണ്ട്. അത് 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 വളരെ കൃത്യമാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം ഒരു കാര്യം കൃത്യമാണ്, ആം ആദ്മിയുടെ ജനിതക മുദ്ര കോൺഗ്രസ് വിരുദ്ധമാണ്. അത് നമുക്കറിയാം. ആം ആദ്മി പെറ്റുവീണത് RSSന്റെ സന്തതിയായി കോൺഗ്രസിനെതിരെ പെറ്റുവീണ് ജന്മം കൊടുത്ത ഒരു സംഘടനയാണ്. അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനുഭവത്തിലൂടെ, അത് വേറെ കാര്യം. കോൺഗ്രസിന് അതിന്റെ ആപ്പിന്റെ ബലമായി കോൺഗ്രസ് കൂടുതൽ ദുർബലമായിട്ടുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും. അപ്പോൾ ഇതിൽ വന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം കരുതുന്ന BJP RSS എങ്ങനെയാണ് കാണുന്നത്? അവർ എന്നെങ്കിലും ആപ്പുമായി സഹകരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുമോ? കാരണം പഞ്ചാബിൽ BJP ഒരു ശക്തിയേ അല്ല, നാലാം കക്ഷിയാണ് അവിടെ. പിന്നെ ഗോവയിൽ അവർക്ക് ആപ്പ് ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിൽ പോലും ആദ്യകാലത്ത് ആപ്പിനുണ്ടായിരുന്ന മുന്നേറ്റം തീർന്നു എന്ന് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മനസ്സിലായി. അവിടെ വീണ്ടും കോൺഗ്രസ് തന്നെയാണ് BJPക്കെതിരായിട്ടുള്ള മുഖ്യ ശക്തിയായി വരുന്നത്. പിന്നെ ആം ആദ്മിയുടെ ഇന്ത്യയുടെ മൊത്തം നോക്കിയാൽ പഞ്ചാബ്, ഡൽഹി എന്ന രണ്ട് വൃത്തത്തിൽ ചുരുങ്ങിയിരിക്കുന്നു. ഇവരെ തങ്ങളുടെ കൂടെ നിർത്തണമെന്ന് സംഘപരിവാറിന് താല്പര്യമുണ്ടോ? അതാണെങ്കിൽ മമതയുടെ കാര്യത്തിൽ അതില്ല, അത് കൃത്യമാണ്. മമതയുടെ കാര്യത്തിൽ അവിടെയാണ് സർ, ഇത് കൂടെ നിർത്തുകയല്ല. ഞാൻ പറഞ്ഞ ഒരു വാചകമാണ് ഇതിന്റെ മുഖ്യമെന്ന് എനിക്ക് തോന്നുന്നു. പാളയത്തിൽ പട, അതായത് ഇന്ത്യ ബ്ലോക്കിലെ ഒരു റിബലായിട്ട് അദ്ദേഹത്തെ നിർത്തുക. അതായത് ഡൽഹി ഇപ്പം കെജ്രിവാൾ ഭരിച്ചിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് അവർക്ക് സന്തോഷമാണ്. അവർ പപ്പു എന്ന് വിളിക്കാൻ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കെജ്രിവാൾ ആണ് രാഹുൽ ഗാന്ധിയെക്കാളും യോഗ്യൻ എന്ന് ആം ആദ്മി പാർട്ടി പറയുമായിരുന്നു. അതായത് അടുത്ത പ്രൈം മിനിസ്റ്റർ ഓപ്പോസിഷനിൽ വരുവാണെങ്കിൽ അത് കെജ്രിവാൾ ആകണം. അതാണ് അദ്ദേഹം അവർ കൊണ്ടുവന്നിരുന്ന ഒരു നീക്കം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ്. അവിടെയാണ് കെജ്രിവാളിനെ മുന്നോട്ടിറക്കുക. നിങ്ങൾ ഓപ്പോസിഷൻ ക്യാമ്പിലാണെങ്കിലും അവിടെ ഒരു പെർമനന്റ് ഡിസന്റിനെ നിങ്ങൾ സ്ഥാപിച്ചെടുത്തു. അത് ഈ കേസ് നടക്കുന്നതുകൊണ്ടും ഇലക്ഷൻ തോറ്റതുകൊണ്ടും അദ്ദേഹം ഒരു വർഷമായി ഏകദേശം പബ്ലിക് സ്പേസിൽ വരുന്നതേ ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് ഇത്. ചെറിയാൻ, അപ്പൊ കോൺഗ്രസിന് ഭീഷണി ആപ്പ് എവിടെയാണ് ഉയർത്തുന്നത്? ഡൽഹിക്കും പഞ്ചാബിനും പുറത്ത് ഇന്ന് ഇന്ത്യയിൽ. പക്ഷേ കോൺഗ്രസിന് വെറും അവരെ 1% വോട്ട് പിടിച്ചപ്പോൾ ഹരിയാന അവർ തോറ്റു. അവിടെയാണ് ഇങ്ങനെയുള്ള ചില മാർജിനൽ സംഗതികൾ. ഹിമാചൽ പ്രദേശിലും അവർക്ക് ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ പോയിന്റിൽ അവർക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നു കോൺഗ്രസിന്. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ കോടതി വിധി പോലും BJP അറിഞ്ഞുകൊണ്ടുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമായി ചെയ്തു കൊടുത്തിട്ടുള്ള സൗജന്യമാണ്. അത് സംശയമില്ല. കാരണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ ജന്തർ മന്ദറിൽ നടന്ന പ്രകടനത്തിൽ ആം ആദ്മി പാർട്ടി കെജ്രിവാൾ പറയുന്നു BJPയെ തെരഞ്ഞെടുപ്പിന് വെല്ലുവിളിച്ചു പറയുന്നു 10 സീറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ഈ BJPയും ആപ്പും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനുള്ള തെളിവുകൾ ഇന്നില്ല. ഒരുപക്ഷെ നാളെ നിങ്ങൾ ഇത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത് എത്ര ഗൗരവത്തിലാണ് ആകും, അല്ലെങ്കിൽ അപ്പൊ എനിക്കറിഞ്ഞൂടാ, എനിക്കതിനെ പറ്റി വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇന്ത്യ ബ്ലോക്ക് ഒരുമിക്കരുതെന്നുള്ള താല്പര്യം BJPക്ക് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളതിനെ പരിഹസിക്കുക എന്നുള്ളതും അതില്ലാതാക്കുക എന്നുള്ളതും RSS BJPയുടെ നിലപാടാണ്. അതിനു വേണ്ടി ആം ആദ്മിക്ക് ഒരു മൃദു സമീപനം എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ അടവിന്റെ ഭാഗമായേക്കാം. കാരണം പഞ്ചാബിൽ BJPക്ക് വലിയ സ്റ്റേറ്റുകളില്ല. പഞ്ചാബിൽ കോൺഗ്രസ് വോട്ടുകളാണ് ആം ആദ്മിക്ക് മുതൽക്കൂട്ടാവുന്നത്. ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ആം ആദ്മിയും BJPയും തമ്മിലുള്ള ഒരു തരത്തിലുള്ള അലിഖിതമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവാമെന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സാധ്യത അവിടെയാണ് നമ്മൾ തമ്മിൽ ഞാൻ പറയുന്നത്. താങ്കൾ മൊത്തം അതായത് BJPക്ക് എല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല. പക്ഷെ പാളയത്തിൽ പട നടത്താൻ ചില ആൾക്കാരെ പാളയത്തിൽ പട ഇന്ത്യ ബ്ലോക്ക് ഒരുമിക്കാതിരിക്കുക. ഇന്ത്യ ബ്ലോക്കിന് ഒരുമിക്കാതിരിക്കുക. ഞാൻ പറയട്ടെ, RSSന്റെ അടിസ്ഥാന തത്വം കോൺഗ്രസ് ഒഴിച്ച് ആരെയും അവർ സ്വീകരിക്കും. നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഒഴിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ സഹകരിക്കും. CPM അടക്കം തയ്യാറാണെങ്കിൽ. അതാണ് ഇതിന്റെ രാഷ്ട്രീയം. അത്രയാളുള്ള രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് ആം ആദ്മിക്ക് അങ്ങനെ താത്വികമായ കോൺഗ്രസ് വിരുദ്ധതയൊന്നുമില്ല. എന്തിനാ DMKയുടെ അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിളർക്ക് ഇന്ത്യ ബ്ലോക്ക് വീണ്ടും ശക്തിപ്പെടാതിരിക്കാൻ വേണ്ടി ആം ആദ്മിയോട് ഒരു മൃദു സമീപനം RSS നേതൃത്വം എടുക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ തയ്യാറാണ്. എനിക്ക് അതിനെ പറ്റിയുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിലേക്കുള്ളത്. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് BJP മനസ്സിലാക്കാൻ നമ്മൾക്ക് പലർക്കും പറ്റുന്ന ഒരു ഇത്. അവരുടെ എല്ലാ നീക്കങ്ങളും നാളെ കുറിച്ചല്ല. അവർ ഒരു 5 വർഷം 10 വർഷത്തേക്ക് കേരളത്തെ പറ്റി പറയുമ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ കേരളം പിടിക്കുക, അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് പിടിക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന്. അപ്പൊ ആ ഒരു സംഗതി ഇവിടെയും പ്രയോഗിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.